ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അൽതാഫ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റൺവേ റോഡ് വേസ്. നമ്മുടെ ഒരു പുതിയ കിഡിലെ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ ശാസ്താംകോട്ടയിലുള്ള മുളങ്കാട്ടിലേക്കാണ്. ഇന്ന് നമ്മുടെ ബ്രദറിൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മുടെ ബ്രദറാണ്, പേര് അസ്ലാം എന്നാണ്. പുറകിൽ നമ്മുടെ മറ്റൊരു വണ്ടി കിടപ്പുണ്ട്, നമുക്ക് വണ്ടി ഒന്ന് കാണാം. നമ്മുടെ വണ്ടിയാണ് റൗഡി പെപ്പി. അപ്പൊ നമുക്ക് നേരെ ശാസ്താംകോട്ടയ്ക്ക് വിടാം. നമ്മളങ്ങനെ മുളങ്കാട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് മുളങ്കാട്ടിനകത്തേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ ഇവിടെ ഇപ്പോൾ അവധിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ വലിയ തിരക്കില്ലാത്ത, ആരും തന്നെ ഇല്ല. കൂടുതലും ഇവിടെ ആൾക്കാർ കാണുന്നത് കോളേജിലെ പിള്ളേർ തന്നെയാണ്. കോളേജ് ഇപ്പോൾ അവധിയൊക്കെ ആയതുകൊണ്ട് ഇവിടെ ആരും തന്നെ ഇല്ല. നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ്. കുറേ സമയം നമ്മളൊക്കെ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. നമ്മുടെ വീടിന് തൊട്ടടുത്ത അല്ലേ, നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. നല്ലൊരു എന്താ പറയുന്നത്, മറ്റ് ബഹളങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ കേൾക്കുന്നത് പോലെ കിളികളുടെ ഒരു ചെലപ്പ്, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ നിറയെ പാമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, സൂക്ഷിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കരിമൂർക്കനൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഇവിടെ വന്നിരിക്കുമ്പോൾ. സൂക്ഷിച്ചൊക്കെ ഇരുന്നില്ലെങ്കിൽ, നമ്മൾ കുറച്ച് ക്ലീൻ ആയിട്ടുള്ളിടത്ത് മാത്രമേ നമ്മൾ വന്നിരിക്കാറുള്ളൂ. ഒരുപാട് കാട് പിടിച്ചൊക്കെ ഇരിക്കുന്നിടത്ത് സാധനങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ കടിയൊക്കെ ഏൽക്കാതെ നോക്കണം. അത് തന്നെ, നമ്മുടെ മച്ചന്മാരുണ്ട് ഇവിടെ. അടിച്ചിട്ട് വരാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്ന ടീംസ് ഉണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ. നമ്മുടെ കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ കോളേജിനകത്തും കുറേ ഉണ്ട്. നമ്മുടെ കയറി വരുമ്പോഴുള്ള അമ്പലമുണ്ട്, നമ്മൾ കണ്ടില്ലേ കയറി വരുമ്പോഴുള്ള അമ്പലം, ശാസ്താംകോട്ട അമ്പലം. അതിനകത്തും കുറച്ച് കുരങ്ങുകളുണ്ട്. 2 സെക്ഷനായിട്ടാണ് ഇവർ തിരിഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്താ പറയുക, സെറ്റാണ്, പൊളിയാണ്. കോളേജ് ഇവിടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ കിഡുമായിരുന്നു.
ഉണക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞ് പോയിട്ട് ഈ മുള മാത്രം ഇങ്ങനെ നിൽക്കും. അത് കാണുമ്പോഴൊരു നമുക്കൊക്കെ ഒരു വിഷമം ഉണ്ടാവും. ഈ ഇലയൊക്കെ പൊഴിഞ്ഞ് അന്നേരം ഇവിടെ നല്ല വെയിലും കട്ട വെയിലും ഒക്കെ ആയിരിക്കും, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലാത്ത സമയം ഇതിൻ്റെ ഇലകളൊക്കെ ഉള്ള സമയത്ത് നല്ല തണലും നല്ല തണുപ്പും നല്ല ആംബിയൻസാണ് നമുക്കിവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരുപാട് കപ്പിൾസ് ഇവിടെ വന്ന് അവരുടെ കല്യാണ ആൽബം ഒക്കെ ഷൂട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ സേവ് ദി ഡേറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യും ഈ സ്ഥലത്ത് വെച്ച്. അത്രയും നല്ല കളർഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ് നമ്മുടെ സ്ഥലം. കുറേ മച്ചാന്മാർ നമ്മുടെ സ്ഥലം കാണാൻ വരുന്നുണ്ട്. എവിടുന്ന് വരിക? അന്നേരം നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എവിടെ നിന്നൊക്കെ വരുന്നത്? ചവറയിൽ നിന്ന് തന്നെ വരുന്നത് കേട്ടോ. വലിയ ദൂരമൊന്നുമില്ല, നമുക്ക് ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്ററേ ഉള്ളൂ. എങ്ങനെയൊക്കെ ഉണ്ട് സ്ഥലങ്ങൾ? കോളേജിൽ പഠിച്ച പിള്ളേരാണ്, നമ്മുടെ DB കോളേജിൽ പഠിച്ചിട്ടുള്ള. എല്ലാവരും ഫേസ് കാണിച്ചോ? മാസ്ക് ഒന്ന് വരികയോ? പേരൂടെ പറഞ്ഞു. പേര് വിഷ്ണു. ശ്രീജിത്ത്. നിർമ്മൽ. എല്ലാരും കോളേജിൽ പഠിച്ച? ഏത് ഇയർ ആയിരുന്നു? 2016. ഓക്കെ, ശരി. അവർ 2016 പാസ് ഔട്ടായ ആളുകളാണ്. അവർ എന്താ പറയുക, നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ആംബിയൻസൊക്കെ വീണ്ടും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തായാലും പൊളി സ്ഥലമാണ്, കിടിലമാണ്. നമുക്ക് കായലിൻ്റെ തീരത്തേക്ക് പോയി നോക്കാം. അതുപോലെ തന്നെ കായലിൻ്റെ സൈഡിലുള്ള പൈനാപ്പിൾ തോട്ടമാണ്. വഴിയൊക്കെ ഭയങ്കര മോശമായി. നേരത്തെ നല്ല വഴിയായിരുന്നു, ഇപ്പം നല്ല കട്ടറായിട്ടുണ്ട്. ശാസ്താംകോട്ട കായലിൻ്റെ തീരത്തെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു വള്ളത്തിനകത്ത് കയറിയിരിക്കുകയാണ്. ഇത് കടത്തോളമാണ്. ഇവിടെ നമുക്ക് ആ സൈഡിൽ കാണുന്നത് അക്കരയാണ്. അവിടുന്ന് ആൾക്കാരെ സർവീസ് ചെയ്യുന്നത് ഈ വള്ളമാണ്. അവിടെയും കിടപ്പുണ്ട് വള്ളം. കേരളത്തിലെ ഏക ശുദ്ധജല തടാകമാണ് നമ്മൾ ഈ കാണുന്ന ശാസ്താംകോട്ട കായൽ. മറ്റ് കായലുമായിട്ടോ മറ്റ് തടാകങ്ങളുമായിട്ടോ ഒന്നും ഈ കായൽ ബന്ധിക്കുന്നില്ല. അതേപോലെ തന്നെ ശുദ്ധജല തടാകമായതുകൊണ്ട് ഇവിടെ ബോട്ടിംഗ് ഇല്ല. ഇതേപോലുള്ള വള്ളങ്ങൾ മാത്രമേ ഉള്ളൂ. മോട്ടോർ ഉപയോഗിച്ചിട്ടുള്ള വള്ളങ്ങളും ബോട്ടുകളും ഒന്നും ഇവിടെ ഇറക്കില്ല. പിന്നെന്താ പറയുക, പറഞ്ഞതുപോലെ ഒരു 3 മണി തൊട്ടൊക്കെ ഇവിടെ വന്നിരിക്കാനും നല്ല രസമാണ്. അതിനു മുമ്പ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വെയിലും ചൂടും ഒക്കെയാണ്. സാധാരണ 3 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്ക് വരുന്നു. ഈ കോളേജ് ടൈമാണ് എപ്പോഴും ഇവിടെ എല്ലായിടവും തിരക്ക് വരാൻ കാരണം. പിന്നെന്താ പറയുക, നമ്മളാ ഇറങ്ങി വരുന്ന വഴിക്ക് അവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ബോട്ട് അവിടെ ഉണ്ട്. ഈ കായലിന്റെ ആഴം കണ്ടുപിടിച്ചിട്ടില്ല ഇതേവരെ. താഴോട്ട് ചെളിയാണ്. ആഴം കണ്ടുപിടിക്കാൻ അവർ ഇതിനു മുമ്പ് പല തവണയും ശ്രമിച്ചെങ്കിലും അതെല്ലാം അവർക്ക് പരാജയപ്പെടുകയായിരുന്നു. ചെളി ആയതുകൊണ്ട് താഴോട്ട് ചെളിക്കകത്തോട്ട് അങ്ങ് ഇറങ്ങി പോവുകയാണ്. ഇവർ ആഴം കണ്ടുപിടിക്കാൻ ഇതേവരെ പറ്റിയിട്ടില്ല. ഫുൾ സെറ്റാണ്, ഒന്നും പറയാനില്ല. ഇല്ല.
ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ മാത്രമേ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തട്ടുകയുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അടുത്ത വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക.